ഡിഫിക്കൽറ്റി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ട് വരുന്നത്. ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ലേണിംഗ് ഡിഫിക്കൽറ്റിക്കുണ്ട്, ഡിസബിലിറ്റിക്കുണ്ട്. ഇതിൻ്റെ ഒറിജിൻ മുതൽച്ച് വ്യത്യാസമുണ്ട്. കാര്യങ്ങളിലോട്ട് നമ്മൾ കടക്കണം. ആദ്യം തന്നെ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അത് മാത്രമല്ല, ഒരു ഹാഫോളം കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, ഹാഫ് ടു ഒരു 45 മുക്കാൽ വരെ നമുക്ക് പറയാം ലേണിംഗ് ഡിഫിക്കൽറ്റി കാറ്റഗറിയിലാണുള്ളത്. ഓക്കെ, അതേസമയം വളരെ കുറച്ച് കുട്ടികളാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പം പഠിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വളരെ പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന്, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള പഠനത്തിന് ബുദ്ധിമുട്ടാണോ അതോ അത് വൈകല്യമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അപ്പം ഇത് ഫാസ്റ്റ് റിക്കവറിയാണ് ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന ഇതിന് കിട്ടുന്നത്. ഇതിൻ്റെ കാരണമാണ് ഇമ്പോർട്ടൻ്റ് ആയത്. ഇത് എൻവയോൺമെൻറ്റിൽ നിന്നാണ് മെയിനായിട്ട് ഇതിൻ്റെ കാരണം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിൻ്റെ ഉള്ളിലല്ല ഇതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത്, അത് പുറത്താണ്. പുറത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അതായത് അവർ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാവാതെ, ചില കുട്ടികൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ ലീവ് എടുക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ആ ഡിസ്കണക്റ്റഡ് ആവും. അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ബാക്കി ട്രാക്ക് നഷ്ടപ്പെടുക. അങ്ങനെ ക്ലാസ്സിൻ്റെ ആബ്സെൻസ് കാരണം, അതേപോലെ ടീച്ചേഴ്സിൻ്റെ സ്കില്ലിൻ്റെ പ്രോബ്ലം കാരണം. ഓക്കെ, ഇത് രണ്ട് കാരണത്താലും ഈ ഒരു ഇഷ്യൂ വരാറുണ്ട്. നെക്സ്റ്റ് വരുന്നത്, ഇപ്പോൾ ഇതൊക്കെ കൂടുതൽ കണ്ടത് കോവിഡിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്നുള്ളപ്പോൾ ഏത് റിലേഷൻഷിപ്പായിട്ട്, ഫ്രണ്ട്സ് ആയിരിക്കട്ടെ, പാരൻസ് ആയിരിക്കട്ടെ, ഇതൊക്കെ ഒരു കുട്ടിക്ക് ഉണ്ടാക്കുന്ന സ്ട്രെസ്സ് എന്തിന് കാരണമായിരിക്കും, പഠന ബുദ്ധിമുട്ടുകൾക്കാവും. അപ്പോൾ കുട്ടി പഠിക്കുക, മനസ്സിലാവുക എന്നതിനപ്പുറം ഒരു സ്ട്രെസ് ഇതിൻ്റെ ലെവല് കൂടുമ്പോൾ കുട്ടികൾ കളിയാക്കുന്ന പ്രശ്നങ്ങൾ, ഫ്രണ്ട്സ് കളിയാക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ പാരൻസ് കുറ്റപ്പെടുത്തുക, ഇതൊക്കെ കുട്ടികളെ നല്ലവണ്ണം എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയ വേറൊന്നാണ് പേടി എന്ന് പറയുന്നത്. പേടി എന്ന് വെച്ചാൽ അവർക്ക് ടീച്ചേഴ്സിനോടുള്ള പേടി. ഇപ്പം ചില ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, നല്ല അടിക്കുന്നവരായിരിക്കും, ചീത്ത പറയുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാർ കാണുമ്പോൾ അപ്പം ഉള്ളിൽ ഓൾറെഡി കുറച്ച് പെട്ടെന്ന് പേടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒന്ന് ഒച്ചിട്ടാൽ മതി, ഇവർ പേടിക്കും. ഓക്കെ, അത് ആ കുട്ടിയുടെ പ്രകൃതം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ പേടിക്കുന്ന ഒരു പ്രകൃതമുള്ള കുട്ടികളുണ്ട്. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് പേടി കയറി കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ടീച്ചർ എന്ത് ക്ലാസ് എടുത്താലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല. പേടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓൾറെഡി കുട്ടിക്കുള്ള പേടി, ഇപ്പോൾ പട്ടീനെ പേടി അല്ലെങ്കിൽ പൂച്ചനെ പേടി, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു സംഗതിനെ അധികം പേടിയുള്ള കുട്ടികളുണ്ടായിരിക്കും. അല്ലെങ്കിൽ രാത്രി അമിതമായിട്ട് പേടിയുള്ള കുട്ടികൾ, യൂഷ്വലി രാത്രി പേടിയുള്ള കുട്ടികളുണ്ട്. അതല്ലാതെ ഭയങ്കര ഓവറായിട്ട് കാണിക്കുന്ന കുട്ടികൾ, അതാണ് സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിഫിക്കൽറ്റി ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പേടി വരിക, അപ്പം നമ്മൾ പറഞ്ഞു പേടി വരാന്ന് പറയുമ്പോൾ പാരൻസ് തമ്മിലുള്ള ഫൈറ്റുകൾ, അതാണ് ഫാമിലി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു കാമായ അന്തരീക്ഷം ഉണ്ടാവില്ല. കുട്ടികൾക്ക് അതായിരിക്കും കൂടുതൽ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് പാരന്റ് ആൻഡ് കിഡ് എന്ന് പറയുമ്പോൾ കുട്ടിയും അതേപോലെ ഒന്നെങ്കിൽ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ആ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും അതിലും കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് ലേണിംഗ് ഡിഫിക്കൽറ്റി കാറ്റഗറി എന്ന് പറയുമ്പോൾ. അതായത് എല്ലാം പുറത്തു നിന്നാണ് മെജോറിറ്റി വരുന്നത്. മാത്രമല്ല ഇതിൽ ക്ലിയറൻസ് കൊണ്ടുവന്നാൽ, ഇപ്പം ബേസിക്സ് നഷ്ടപ്പെടുന്നതാണ്. ടീച്ചിങ് സ്കില്ലിൽ ഇഷ്യൂ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബേസിക്കാണ് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത്. പിന്നെ കുട്ടികൾക്ക് പേടിയാണ്. അതിന് നമ്മൾ അതിൻ്റെതായ എന്താണ് മോട്ടിവേഷൻസ് കൗൺസിലിംഗ് കൊടുക്കുമ്പോഴാണ് അത് ക്ലിയർ ആവുക. ഓക്കെ, പക്ഷേ ഈ ഒരു ഇതിലൊക്കെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഒരുപാട് കേസുകളിൽ സഡൻ ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ലേണിംഗ് ഡിഫിക്കൽറ്റി. അതിൽ നമ്മൾ ട്രെയിനിങ് കണ്ടിന്യൂസ് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് റിക്കവറി വരും. ഇപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു 10 days നമ്മൾ കൊടുത്തപ്പോഴേക്കും നമുക്ക് നല്ല റിക്കവറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന കേസ്, ഡിസബിലിറ്റി എന്ന്
അതൊരു വൈകല്യമായിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ പഠന വൈകല്യം. ഇത് കുറച്ചും കൂടി ടൈം എടുക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് പ്രശ്നം കിടക്കുന്നത് വെച്ചാൽ ബ്രെയിനിൽ ആണ് അതിൻ്റെ മെയിൻ. ബ്രെയിനും ആ ഞരമ്പുകളും നെർവസ് സിസ്റ്റം ഒന്നാകെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി. അത് നമ്മൾ വയ്യ മറ്റത് ഓരോന്ന് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ബ്രെയിനിന് പ്രശ്നങ്ങളുണ്ട്. ബ്രെയിനിലെ ഏരിയാസ് ഉണ്ട്, പഠിക്കാനുള്ള ഏരിയാസ്, മെമ്മറിയിലെ ഏരിയാസ്, കോർഡിനേറ്റ് ചെയ്യാനുള്ള ഏരിയാസ്, ഇങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. ഇതിലൊക്കെ വിഷയങ്ങൾ ഏതിലാണോ വിഷയം അതിനനുസരിച്ച് കുട്ടി പ്രശ്നങ്ങൾ കാണിക്കും. ഇതിൽ ലേണിംഗ് ഡിസബിലിറ്റി കമ്പൈൻഡ് ആയിട്ട് കാണപ്പെടും. എന്ന് വെച്ചാൽ വായിക്കാൻ ബുദ്ധിമുട്ടും എഴുതാൻ ബുദ്ധിമുട്ടും പിന്നെ വേറെ വരുന്നുണ്ട് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട്, കമ്പൈൻഡ് ആയിട്ടും നമ്മൾ വരുന്ന കാണാം. പിന്നെ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇത് വ്യക്തമായിട്ട് കാരണം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ശാസ്ത്രീയപരമായിട്ട്. ബട്ട് നമ്മൾ എന്നാലും പറയുന്ന കുറച്ച് കോസുകളുണ്ട്. അതാണ് ഹെറിഡിറ്ററി, പാരമ്പര്യം ഉണ്ടാകാം എന്നുള്ളത് പറഞ്ഞത്. എന്നാൽ എല്ലാ കേസും പാരമ്പര്യമാണെന്ന് പറയാൻ പറ്റൂല. വേറെ ചിലത് പറയുന്നത് പ്രസവാനന്തരം വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം, അതായത് പ്രസവത്തിൽ ബുദ്ധിമുട്ടുകൾ വരും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ പുറത്തേക്ക് കുട്ടിനെ എടുക്കേണ്ട ഒരു എമർജൻസി സിറ്റുവേഷൻ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ വരുന്ന ചില ഇഞ്ചുറീസ്, അത് അറിയാതെ, അത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയാതെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അത് ലീസ്റ്റ് ആണ്, എന്നാലും അത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് മദർ സ്ട്രെസ്സാണ്. മദറിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. മദറിൻ്റെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി, ടെൻഷൻ, പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് ആങ്സൈറ്റിയും ടെൻഷനും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് എന്ന് പറയാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും കുട്ടിനെ എഫക്റ്റ് ചെയ്യും. ഇത് മാത്രമാണെന്നല്ല, ഇതിനേക്കാൾ അപ്പുറം കോസുകളുണ്ട്. ബട്ട് ഇത് നമ്മളിപ്പോൾ ക്ലിനിക്കലി കാണവേ നമുക്ക് കാണുന്ന കുറച്ച് കോസുകളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പം ഇതാണ് സംഭവം. ഇതുകൊണ്ട് ന്യൂറോളജിക്കൽ അതായത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി ട്രെയിനിങ്ങും ടൈമും എടുത്തിട്ടാണ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ കാര്യങ്ങൾ റെഡി ആവാൻ സമയം. ലേണിംഗ് ഡിഫിക്കൽറ്റിയിൽ സത്യം പറഞ്ഞാൽ അവരുടെ ബ്രെയിനോ അല്ലെങ്കിൽ നെർവിനോ ആ ഇഷ്യൂസ് കാണിക്കുന്നില്ല. പുറമേ ഉള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി പുറമേ ഉള്ളതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന ഒരു കാര്യമാണ് ലേണിംഗ് ഡിഫിക്കൽറ്റി. അത് കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കുകയും കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്ത് വരും ലേണിംഗ് ഡിഫിക്കൽറ്റി. അല്ലെങ്കിൽ വേറൊരു തരത്ത് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ എന്തോ ഒരു മാസ്ക് ചെയ്യുന്ന പോലെയാണ് ഭയം എന്ന് പറഞ്ഞ സാധനം. ഫിയർ വരുന്ന സമയത്ത് എന്തോ ഒരു സാധനം കുട്ടിക്ക് എല്ലാ കാര്യവും ആ കുട്ടി നല്ല ഹാർഡ് വർക്കിംഗ്, ഇപ്പോൾ ക്ലിനിക്കിൽ നമ്മൾ കാണുന്നതാണ് ഹാർഡ് വർക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു സാധനം കുട്ടീനെ ഉള്ളിൽ എടുക്കാൻ സമയത്ത്, എസ്പെഷ്യലി ഭയം വന്നു കഴിഞ്ഞാലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ കാണിക്കില്ല. അപ്പം നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ടിലോട്ട് കാണിക്കുന്നുണ്ട്.